നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കൊടിഞ്ഞി തിരുത്തിയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഫാം നാടിന് സമർപ്പിച്ചു. വിവിധയിനം ഫലവൃക്ഷത്തൈകളും അലങ്കാരച്ചെടികളും ജൈവവളവും ചെടിച്ചട്ടികൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളോടെയാണ് കൊടിഞ്ഞി തിരുത്തിയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഫാമായ അൽ അമീറ ഗാർഡൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വീടുകളിൽ മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കുന്നതിനും ഫലവൃക്ഷം നടുന്നതിനും നാടിനെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായാണ് കൊടിഞ്ഞി തിരുത്തി സ്വദേശിയും ദുബായിൽ ബിസിനസ്സുകാരനുമായ ഹരിദാസൻ തിരുത്തി തൻ്റെ പ്രദേശത്തേക്ക് ആദ്യമായി ഇത്തരത്തിലൊരു സംരംഭം കൊണ്ടുവന്നത്. കൊടിഞ്ഞിപ്പള്ളി ഖത്തീബ് അലി അക്ബർ ഇംദാദി അൽ അമീറ ഗാർഡൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിവിടെ തുടക്കം കുറിച്ച ഈ സംരംഭം ദാസേട്ടൻ അതുപോലെ തന്നെ അഫ്സൻ ഇവർ തുടക്കം കുറിച്ച ഈ മഹത്തായ സംരംഭം പരിപൂർണ വിജയത്തിലെത്തിക്കുമാറാവട്ടെ. എല്ലാം കൊണ്ടും ഐശ്വര്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വേറിട്ട കൊടിഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട അനുഭവമാണെന്ന് മാത്രമല്ല, കൊടിഞ്ഞിയിൽ തന്നെ നമ്മളൊക്കെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു സംരംഭമാണ് ഈ തിരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ സംരംഭമാണ് ഇവിടെ തുടക്കം കുറിച്ചത്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഒരുപാട് ആളുകളുടെ ചടങ്ങിന് സന്നിഹിതരായിട്ടുണ്ട്. അവരൊക്കെ ഈ സദസ്സിന് ആശംസ അർപ്പിക്കാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദീർഘമായൊരു ഭാഷണത്തിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മത സാമൂഹിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് പലരും. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഐക്യവും വർഗീയതൊക്കെ പല ഭാഗത്തു നിന്ന് മുളകൊട്ടി പൊന്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഈ കൂടലും പിരിയലുമൊക്കെ എന്നും നമ്മുടെ നാടിന് ഉത്തമമാണ് എന്ന് പ്രത്യേകം നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ കണ്ട ഇന്ത്യയും കേരളവും ഒക്കെ. ഇതാണ് നമ്മുടെ മലപ്പുറം സ്റ്റോറിയും ഇത് തന്നെയാണ് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മൾ പകർത്തേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. ഏതായാലും നിങ്ങളൊക്കെ അകമഴിഞ്ഞ സഹായ സംഘടനകൾ ഈ സംരംഭത്തിൽ ഉണ്ടാവണം. നിങ്ങളെ വീട്ടിലൊക്കെ ചെടിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി ദാസേട്ടനെയും അതുപോലെ തന്നെ അച്ഛനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് നമ്മളൊക്കെ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന ബഡ് ചെയ്ത ഏറ്റവും നല്ല ഇനം തൈകളാണ് കൂടുതലായും ഇവിടെ ഉള്ളതെന്നും പ്ലാവിനാണ് മുൻഗണന നൽകിയിട്ടുള്ളതെന്നും വിവിധ ഇനം പ്ലാവിൻ തൈകൾ ലഭ്യമാണെന്നും കൂടാതെ വിവിധ ഫലവൃക്ഷ തൈകളും അലങ്കാരച്ചെടികളും ഗാർഡൻ സെറ്റിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ജൈവ കീടനാശിനികൾ, വിവിധ ഇനം ചെടിച്ചട്ടികൾ എന്നിവ ലഭ്യമാണെന്നും എല്ലാവിധ ഗാർഡൻ വർക്കുകളും ചെയ്തു കൊടുക്കുമെന്നും 24 മണിക്കൂറും സ്ഥാപനത്തിൻ്റെ സേവനം ലഭ്യമാണെന്നും ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും മാനേജർ ഹസൻ പറഞ്ഞു. നമ്മളിന്ന് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്ന് നടക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്നിന് കായകൾ വരുന്ന രീതിയിൽ നമ്മൾ ബെഡ് ചെയ്ത ഏറ്റവും നല്ല ഇനം തൈകളാണ് നമ്മളിവിടെ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പ്ലാവിലാണ്. വിയറ്റ്നാം ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ജാക്ക് ഉണ്ട്, J33 ഉണ്ട്, തേൻവരിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് പ്ലാവുകൾ ഇന്ന് നമുക്ക് സുലഭമായി ഇവിടെ ഈ അൽ അമീറ ഗാർഡനിൽ കിട്ടും. നിങ്ങൾ ഏത് സമയത്തും ഞങ്ങളെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഗാർഡൻ സെറ്റിങ്, ട്രിപ്പിൽ തുള്ളി നന പൈപ്പ്, അതുപോലെ നമ്മൾ ജൈവ വളങ്ങൾ, കീടനാശിനികൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള രീതിയിലുള്ള എല്ലാ ഗാർഡൻ വർക്കുകൾ നമ്മൾ പ്രത്യേകം പറയേണ്ടത്, നമ്മൾ എല്ലാവിധ ഗാർഡൻ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ തൈകളിൽ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നാംഡോക്കുമായി, അതുപോലെ തന്നെ നല്ല ഇനം അത്തി തൈകളുണ്ട്, അബിയു ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇനം എന്താ പറയുക റംബുട്ടാൻ തൈകൾ, ഒരുപാട് ഇനം. അത് നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഏത് സമയത്ത് വന്നാലും 24 മണിക്കൂറും നമ്മുടെ ഉണ്ട്. നമ്മുടെ വീടും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. എപ്പോൾ വിളിച്ചാലും നമ്മൾ വന്ന് നിങ്ങൾക്ക് സാധനം എടുത്തു തരുന്നതാണ്.
ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി പത്തൂർ കുഞ്ഞോൻ ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പിച്ചു, നന്നമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK ഷമീന, പഞ്ചായത്ത് അംഗങ്ങളായ PK റൈഹാനത്ത, നടുത്തോടി മുസ്തഫ എന്നിവരും പനക്കൽ മജീദ്, C അബൂബക്കർ ഹാജി, ജമീല അബൂബക്കർ, KPK തങ്ങൾ, KP ഹൈദ്രോസ് കോയത്തങ്ങൾ, പൂക്കയിൽ ഷാഫി, പുല്ലാണി ഭാസ്കരൻ, TP കുഞ്ഞി മുഹമ്മദ് കുട്ടി ഹാജി, ബാപ്പു, പത്തൂർ മൊയ്തീൻ ഹാജി, പത്തൂർ സാഹിബ്, അബ്ദു ബാപ്പു, ഗഫൂർ കൊടിഞ്ഞി, അബ്ദുൽ ഗഫൂർ കോഴിക്കോട്, PV അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.